പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 4 മണിക്ക് ചായക്ക് ഉണ്ടാക്കുന്നത് പഴം വെച്ച് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാൻ സക്സസ് ആവുമോ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പം നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമുക്കതേ പഴമിഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എല്ലാം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്നും ഞാൻ വലിച്ച് നീട്ടി പറയുന്നില്ല, എല്ലാം എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു പഴം വേണം, പിന്നെ ഇതേ 1 ഗ്ലാസ് അരിപ്പൊടി, കുറച്ച് നെയ്യ്, പിന്നെ ശർക്കര നിങ്ങൾക്ക് പാകത്തിന് മധുരം അനുസരിച്ച് വേണമെങ്കിൽ ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ശർക്കരയും പിന്നെ ഒരു ശർക്കരയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാകും. എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലിട്ടും. പിന്നെ ഇതേ പഴം ഇതേപോലെ അരിഞ്ഞ് മിക്സിയിൽ ജാറിലാക്കി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് പഴത്തിൻ്റെ കഷ്ണം ഉണ്ടാകുന്ന രീതിയിലാണ് അടിച്ചത് കേട്ടോ, അധികം അടിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇത്രയായിട്ടോ, അടിച്ച് വന്നപ്പോൾ ഇത്രയും ആയി. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കും അടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണ്ട, ഈ ഒരു പാകത്തിന് കേട്ടോ. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ആദ്യം ടീസ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അത് എടുത്തത്. അതാണ് എനിക്ക് പറ്റിയ 2 മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു തരാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇത് എടുത്തത്. കാരണം ഞാൻ സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുക. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കുറച്ച് തിക്കായിട്ടായിരുന്നു എടുക്കേണ്ടത്. ഞാൻ ഈ ഒരു ലൂസായിട്ടാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ശർക്കര പാനി കൂടി ഒഴിക്കുമ്പോൾ ഒന്നും കൂടി അത് ലൂസാവും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ ഞാൻ എടുത്തു. പിന്നെ ബാക്കി ചൂടുവെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചു കേട്ടോ. ശർക്കരയും കുറച്ച് ലൂസിലാണ് എടുത്തത്. കാരണം ഞാൻ എപ്പോൾ ശർക്കര ഉരുക്കിയാലും എനിക്ക് ഫ്ലോപ്പായി പോവാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ശർക്കര എടുത്തത്. അങ്ങനത്തെ ഈ ശർക്കര നമ്മൾ ഉരുക്കാൻ വെച്ചേക്കണ്ടോ, നന്നായിട്ട് അത് ഉരുകി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഉരുകി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ്, നമ്മൾ കുറച്ച് നെയ്യ് ഫസ്റ്റ് ടൈം എടുത്ത് വെച്ചല്ലോ, ആ നെയ്യ് കുറച്ച് ഇതിലേക്ക് ഇടണം. ഈ സാധാരണ നെയ്യ് ഇട്ടിട്ട് അതിൽ പഴം വഴറ്റിയതിന് ശേഷം ശർക്കരപ്പാനി ഒഴിക്കുക കേട്ടോ. പല മെത്തേഡുണ്ട്. ഞാൻ എൻ്റെ എളുപ്പത്തിനാണ് അത് ചെയ്തത്. കാരണം മോളുള്ളതുകൊണ്ട് അവൾക്ക് ചെറുതായിട്ട് ജലദോഷവും ഇതൊക്കെ ഉള്ള കാരണം അവൾ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എൻ്റെ എളുപ്പത്തിനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നെയ്യും നമ്മൾ അടിച്ച് വെച്ച പഴം കൂടി നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി അതും കൂടി ഇതിലിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇത് കുറച്ച് തിളയ്ക്കണം കേട്ടോ. പഴം ഒരു ഇച്ചിരി തിളച്ച് കഴിഞ്ഞിട്ട് അരിപ്പൊടി ഇടാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പല മെത്തേഡിലും ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു സിമ്പിൾ മെത്തേഡിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് അരിപ്പൊടി അതിലേക്ക് ഇട്ടു. അപ്പോൾ ശരിക്കും നമ്മൾ നന്നായിട്ട് ലൂസായിട്ടുണ്ട് ശർക്കരപ്പാനിയും പഴവും അടിച്ചതും. പിന്നെ ഇതിൻ്റെ ലൂസായിട്ടാണല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേ. അപ്പോൾ ശരിക്കും ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ലൂസായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വെച്ച് അട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കുറച്ച് തിക്കാക്കിയിട്ട് നമ്മൾ വാഴയിലയിൽ അട പരത്തുന്ന പോലെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ടു. അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് വന്നത്. ഏലക്കായ നന്നായിട്ട് പൊടിച്ചിടണം കേട്ടോ. കാരണം ഏലക്കായ ഇങ്ങനെ ഇടുക, അത് കാണി കുത്ത് പോലെ കിടക്കുന്നത്. എനിക്ക് ഇവളെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കണത്. അതുകൊണ്ട് ഏലക്കായ ശരിക്കും പൊടിച്ചിടാൻ പറ്റിയില്ല, ചതച്ചാണ് ഞാൻ ഇട്ടത്. അത് കാരണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ശരിക്കും ഏലക്കായ കടിക്കുന്നുണ്ടായിരുന്നു. അത് ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മൾ കോരി ഒഴിക്കുകയാണ്. അതിൻ്റെ ഒരു ഏലക്കായ ഇട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് എനിക്ക് ഒരു ഫ്ലോപ്പായി പോയി ഏലക്കായ ഇങ്ങനെ ഇട്ടത്. അത് മാത്രമല്ല കുറച്ച് കൂടുതലും ഏലക്കായ ഇട്ടുപോയി ഞാൻ. അപ്പോൾ നിങ്ങൾ ഏലക്കായ ഇടുമ്പോൾ നന്നായിട്ട് പൊടിച്ച് ചേർത്തോളൂ കേട്ടോ, അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചു. അങ്ങനെ നമ്മളിത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയ കാരണം ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് വേവ് കുറച്ച് ആവശ്യമായിരുന്നു. കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് പറയാം. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷെ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് വശം എടുത്തപ്പോൾ ഒടിഞ്ഞു പോയി. എൻ്റെ ഇന്ന് കണ്ടില്ലേ, ഇങ്ങനൊരു ഒടിവ് വന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര ലൂസാക്കിയിട്ട് ഉണ്ടാക്കരുത്. പിന്നെ കുറച്ച് വേവ് ആവശ്യമാണ്. ഈ ഒരു 2 മിസ്റ്റേക്കാണ്. ഞാൻ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. ഈ ഒരു മിസ്റ്റേക്ക് വന്നു. പിന്നെ അതിനൊരു കിണ്ണത്തപ്പം കൂടി ഉണ്ടാക്കിയിരുന്നു. ശരിക്കും ഈ ഒരു അളവിന് നമുക്ക് 5 ഇഡ്ഡലിയും ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇത്രയും അളവ് ഈ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ലതാണോ ചോദിച്ചിട്ട്? കൊള്ളാം കൊള്ളാം. ഫസ്റ്റ് ടൈം. എന്നിട്ട് പേരുന്ന് അങ്ങനൊന്നുമില്ല, പഴം ഇഡലി, പഴം പഴം കൊണ്ട് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടുള്ള ഇഡലി, പഴം ഇഡലി. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണതും കൊള്ളാം. പക്ഷെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ ലൂസായിട്ട് എടുത്താൽ നമ്മൾ കട്ടായിട്ട് എടുത്തിട്ട് വേണം ഇങ്ങനെ പിടിക്കണ പഴം തോന്നിയിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.